പ്രധാനമന്ത്രിയെ വാനോളം പുകഴ്ത്തി കൊല്ലം എം പി NK പ്രേമചന്ദ്രൻ. പ്രധാനമന്ത്രി ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ അത് നടപ്പിലാക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന പ്രേമചന്ദ്രൻ. സ്ഥലമേറ്റെടുപ്പ് പോലും പൂർത്തിയാകാത്ത കുണ്ടറ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് നാടകത്തിനാണ് പ്രേമചന്ദ്രന്റെ പരസ്യ പിന്തുണ. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം പൂർത്തീകരണം മാസത്തിൽ എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്, കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. രാജ്കുമാറുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രാജ്കുമാർ വീണ്ടും മോദിയെ പ്രശംസിച്ചിരിക്കുകയാണ്. NK പ്രേമചന്ദ്രൻ MP എന്താണ് വിവരങ്ങൾ? കൊല്ലത്ത് 8 സ്ഥലങ്ങളിലാണ് ഇന്ന് ജംബോ ഉദ്ഘാടനം മാമാങ്കം തന്നെയായിരുന്നു നരേന്ദ്രമോദി നിർവഹിച്ചതെന്ന്. അതിലൊരു 50% പുറത്ത് സ്ഥലം പോലും ഏറ്റെടുത്തില്ല, ഒരു നടപടിക്രമങ്ങൾ പോലും പൂർത്തീകരിക്കത്തില്ല. അപ്പോൾ വർക്ക് ഷെഡ്യൂൾ പോലും ചെയ്യാത്ത സ്ഥലങ്ങളിലാണ് റെയിൽവേ ROB നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിച്ചത്. അതിലൊന്നായിരുന്നു കുണ്ടറ റെയിൽവേ മേൽപ്പാലം. വർഷങ്ങളായി തന്നെ ഇത് ഇടതുപക്ഷ ഗവൺമെന്റ്, കഴിഞ്ഞ 2 വട്ടം ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിനുവേണ്ടി ഫണ്ട് മാറ്റിവെച്ചിരുന്നു. സ്ഥലമെടുപ്പുള്ള നടപടികളൊക്കെ ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ ഒരു പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് കുണ്ടറ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ പട്ടികയിൽ ഇതുകൂടി പ്രധാനമന്ത്രി ഉൾപ്പെടുത്തിയതും ഓൺലൈനായി 1500 പാലങ്ങളുടെ ഉദ്ഘാടനത്തിന്റെ കൂടെ ഇതുകൂടി നിർവഹിച്ചത്. ഇടതുപക്ഷം ഇതില് കൃത്യമായ അതിൽ രാഷ്ട്രീയമല്ല ഇടതുപക്ഷം പറയുന്നത്, വസ്തുതാപരമായ വിമർശനമാണ് ഇടതുപക്ഷം ഉന്നയിക്കുമ്പോൾ ഇതില് ഇന്ന് ആ ചടങ്ങിൽ പങ്കെടുത്ത NK പ്രേമചന്ദ്രൻ MP അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഈ ഒരു പദ്ധതി, പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് പച്ചയ്ക്ക് പറയുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസ് തുടർന്ന് അത് ഫോളോ അപ്പ് നടത്തും. ഞാൻ തന്നെ അവരുമായി സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഇത് പറയുമ്പോൾ സദസ്സിലിരുന്ന BJP പ്രവർത്തകർ ഒന്നാകെ പ്രേമചന്ദ്രന്റെ വാക്കുകൾക്ക് പിന്തുണ നൽകി അവിടെ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് നമുക്ക് ആ ഓഡിയോയിൽ പ്രത്യേകം കേൾക്കാം. അപ്പൊ ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സദ്യയിൽ പങ്കെടുത്തു. കൊല്ലത്ത് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വന്നപ്പോൾ അവരെയും ഇതേപോലെ അടുത്ത പ്രധാനമന്ത്രി നിങ്ങളാകുമോ എന്ന നിലയിൽ അദ്ദേഹത്തെയും കേന്ദ്ര ധനകാര്യമന്ത്രിയെയും പ്രശംസിച്ച് സംസാരിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയെ തന്നെ അദ്ദേഹം ഇപ്പോൾ വാനോളം പുകഴ്ത്തുകയാണ്. അതുതന്നെയാണ് രാജ്കുമാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിപ്പോൾ ആദ്യമായൊരു സംഭവമല്ല ഈ NK പ്രേമചന്ദ്രൻ ഇത്തരം ഒരു പ്രശംസ നടത്തുന്നത്. നേരത്തെ രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി ക്ഷണിച്ച വിരുന്നിൽ പങ്കെടുത്തതാണ്. കേന്ദ്ര ധനകാര്യമന്ത്രിയെ പ്രശംസിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ പ്രേമചന്ദ്രന് കൂടുതൽ കുടുക്കിയതാണ്, കോൺഗ്രസിനെ ഇത് കൂടുതൽ പ്രശ്നത്തിലാക്കിയതാണ്. ഇനി ഇപ്പോഴത്തെ ഒരു പ്രശംസ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഇത് അതായത് BJPയെയും കേരളത്തിലെ ജനങ്ങളെയും അടുപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു അകൽച്ചയില്ലെങ്കിൽ ആ അകൽച്ച മാറ്റിക്കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ NK പ്രേമചന്ദ്രൻ തന്ത്രമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിലവിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു അവസരം കേന്ദ്രത്തിലെ BJP കേന്ദ്ര മന്ത്രിസഭയിൽപ്പെട്ട പ്രധാനമന്ത്രി മുതൽ മറ്റേത് മന്ത്രിമാരെയും അദ്ദേഹം പുകഴ്ത്താൻ ഒരു അവസരം കിട്ടിയാൽ അദ്ദേഹം പുകഴ്ത്തിയിരിക്കും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് നടന്നത്. എല്ലാവർക്കും അറിയാം, ഈ റെയിൽവേ മേൽപ്പാലങ്ങളുടെ മുഴുവനും അതിൽ തന്നെ ഏറിയ പങ്കും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 100% കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയിൽ കേരള സ്റ്റേറ്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന പദ്ധതി പോലും ഇന്ന് പ്രധാനമന്ത്രി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. സ്വന്തം അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റേറ്റിന്റെ കൂടി അധികാരം കവർന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നത്. അത് ജനാധിപത്യ വിരുദ്ധമെന്ന് ഇടതുപക്ഷ സർക്കാർ ദില്ലിയിൽ പോയി അവിടെ വലിയ സമരം നടത്തി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ ഇതിലൊരു കൂസലുമില്ലാതെ മറ്റ് ജനങ്ങളുടെ ആശങ്കകളൊന്നും പകവെക്കാതെ NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ വാനോളം പുകഴ്ത്തുന്നതും ഇങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും അദ്ദേഹം ഈ നാട്ടിലെ ഏറ്റവും മികച്ച ഭരണാധികാരി എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നത്. രാജ്കുമാർ, സ്ഥലമേറ്റെടുപ്പ് പോലും നടക്കാത്തൊരു പദ്ധതിയെ കുറിച്ചാണ് ഈ NK പ്രേമചന്ദ്രൻ ഇത്തരത്തിലൊരു പ്രശംസ നടത്തുന്നത്. അത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് ആ സംശയമുള്ളത്, അദ്ദേഹത്തിന് ഉള്ളിൽ ആ സംശയമുണ്ട്. പക്ഷേ പുകഴ്ത്താൻ കിട്ടുന്ന ഒരു അവസരം അദ്ദേഹം വേണ്ടെന്ന് വെക്കില്ല. അതിന്റെ തെളിവ് കൂടിയാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഞാനത് അവരോട് ചോദിച്ചു എന്ന് പറയുമ്പോഴാണ് അറിയില്ലേ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ NK പ്രേമചന്ദ്രൻ MP ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് അതും ഇലക്ഷൻ പടിവാതിൽ എത്തി നിൽക്കെ
BJPയുടെ വോട്ടുകൾ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ അതിങ്ങോട്ട് പോരട്ടെ എന്ന് കരുതിയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം അത് പറയുന്നത്. അതിനൊക്കെ അദ്ദേഹം അത് പറയുമ്പോൾ നമുക്ക് അത് ഒന്നുകൂടി അത് പ്ലേ ചെയ്താൽ കൃത്യമായി കേൾക്കാം. പ്രധാനമന്ത്രിയെ NK പ്രേമചന്ദ്രൻ MP പുകഴ്ത്തുമ്പോൾ അവിടെ BJPയുടെ പ്രവർത്തകർ, RSS പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നുണ്ട്.